2023 മെയ് 7-ാം തീയതി താന്നൂരുകാരൊന്നും മറക്കാത്ത ഒരു ദിവസമാണ്. കാരണം അന്നാണ് നിങ്ങൾ കാണുന്ന ഈ കടപ്പുറത്ത് വലിയൊരു ബോട്ടപകടമുണ്ടായത്. വാർത്തകളിലും മറ്റും നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു അത്. 22ഓളം പേരാണ് ആ ബോട്ടപകടത്തിൽ മരിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് മരണപ്പെട്ട ആ ഓർമ്മ ഇന്നും താന്നൂരുകാരുടെ മനസ്സിൽ ഒരു തീരാ നോവായിട്ട് അവശേഷിക്കുന്നു. ആ ഇൻസിഡന്റിൽ നിന്നാണ് ഞാൻ എന്റെ രണ്ടാമത്തെ പുസ്തകമായ ചാപ്റ്റേഴ്സ് ഓഫ് കോശി അബ്രഹാം എഴുതി. അന്നത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കോശിയുടെ മാനസിക വിഭ്രാന്തിയിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. താന്നൂർ നടന്ന ആ ബോട്ടപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കോശി അബ്രഹാം പിന്നീട് എത്തിയത് ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരുപാട് കഥകളിലേക്കാണ്. ആ കഥകൾ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കുഴക്കുകയുണ്ടായി. അന്ന് കേസ് അന്വേഷിച്ച പോലീസുകാർ അവർ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക് എത്തുകയും അടഞ്ഞു കിടന്ന പല കേസുകൾ തുറക്കപ്പെടാൻ കാരണക്കാരനായി കോശി മാറുകയും ചെയ്തു. എല്ലാത്തിനും ബേസ് ആയത് താന്നൂരിലെ ഈ അപകടമാണെന്ന് പോലീസുകാർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇന്ത്യയിൽ നടന്ന പല കേസുകളും ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം മറഞ്ഞും തെളിഞ്ഞും ഇന്നും മറ നീക്കാതെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. ആ കേസുകളിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് ഈ പുസ്തകം മാറട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. രഞ്ജിത്ത് കൃഷ്ണമോഹൻ.